بسم الله الرحمن الرحيم رحمة للعالمين رحمة للعالمين آجہی تو کل مدینہ المدینہ چل مدینہ المدینہ چل مدینہ آجہی تو کل مدینہ المدینہ چل مدینہ المدینہ چل مدینہ آجہی ഈ കുണ്ടൂര് മണ്ണിൽ ജനിച്ചു വളരുകയും ഇവിടെ തന്നെ പ്രവർത്തിക്കുകയും ഇവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്ത ബഹുമാന്യനായ കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ച് എവിടെന്നെങ്കിലും വന്ന് എന്തെങ്കിലും പറയുന്ന ആളുകളുടെ വിഷയങ്ങൾ സ്വീകരിക്കാൻ പറ്റിയ ആളുകളല്ല കുണ്ടൂരിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ച് ധാരാളം പഠിച്ചവരും അനുഭവസ്ഥരും അറിയുന്നവരും ചെറുപ്പം മുതൽ വലിപ്പം വരെയും അറിയുന്നവരും മരിക്കുന്നവരെ അറിയുന്നവരുമാണ്. ഇതൊന്നും അറിയാത്ത എവിടെന്നെങ്കിലും വന്ന ഏതെങ്കിലും ഒരു വിദ്വാൻ എന്തെങ്കിലും പറഞ്ഞാൽ അയാളെ പുച്ഛിച്ചു തള്ളാനല്ലാതെ കുണ്ടൂരിലെ ബഹുമാന്യരായ പ്രബുദ്ധരായ സുന്നി പ്രവർത്തകന്മാരും സാധാരണക്കാരുമായ ആളുകൾ മെനക്കെടുകയില്ല എന്നുള്ളതിന് തെളിവ് എം കുഞ്ഞമ്മൻ്റെ അടുത്ത് ആരും വന്നില്ല എന്നുള്ളത് തന്നെ പ്രധാനമായ ഒരു തെളിവായി കാണാം. എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ച് കുണ്ടൂരിൽ വന്ന് പ്രസംഗിക്കേണ്ട ഒരു ഗതികേടൊന്നും ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളും ദീനിയായ വിധിവിലക്കുകളും ആ പറയപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ആലിമീങ്ങൾക്കുണ്ട്. അതിന് ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതനായ വാഗ്മിയായ ബഹുമാന്യനായ ഉസ്താദ് അവരുകൾ ഇവിടെ സന്നദ്ധനായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടി വീക്ഷിക്കുന്ന സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ പ്രാസ്ഥാനിക അഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ആദരണീയരായ സയ്യിദ് അവർകൾ, ബഹുമാന്യരായ പണ്ഡിതന്മാർ, ബഹുമാന്യനായ എം കുഞ്ഞുമുഹമ്മദാജി, മറ്റു ഉമറാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സുഹൃത്തുക്കളെ, അള്ളാഹു നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അതനുസരിച്ച് ഐക്യവും സ്നേഹവുമുള്ള ജീവിതം നിലനിർത്താനും നമുക്കും മറ്റു നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അവിടുത്തെ ബർക്കത്ത്, ആ ബർക്കത്ത് കൊണ്ട് വിജയം സമ്പാദിക്കുന്ന നല്ലവരിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത് നേരത്തെയുള്ള 2 പ്രസംഗങ്ങളിലും നാം മനസ്സിലാക്കിയത്. ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെയുള്ള ആലിമീങ്ങളിൽ നിന്ന് പഠിച്ച് ഇവിടുത്തെ ഈ നാട്ടിലെ ആത്മീയ ഗുരുക്കളിൽ നിന്ന് ആത്മീയത നേടി അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ നാട്ടുകാർ അറിഞ്ഞ് അനുഭവിച്ച്
അങ്ങനെ ഇവിടെ മറവിട്ട് കിടക്കുകയും വഫാത്തിന് ശേഷം മരണാനന്തരം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ആ മഹാനവറുകളോടുള്ള ബഹുമാനം എന്ന് മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന രീതിയിൽ അവിടുത്തെ വഫാത്തിന് ശേഷവും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതും പോകുന്നതും അവിടുത്തെ ആണ്ടും അതുമായി ബന്ധപ്പെട്ടതുമൊക്കെ അറിഞ്ഞ് അനുഭവിച്ച ഒരു നാട്ടുകാരോട് താനൂര് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ വന്ന കാസിമിയോ അതല്ലെങ്കിൽ നിലമ്പൂർ കൂറ്റമ്പാർന്ന് വന്ന ഞാനോ പറഞ്ഞു തരേണ്ട ഒരു ഗതികേട് ഈ നാട്ടുകാർക്കുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. അതുകൊണ്ട് ഞാൻ കുണ്ടൂർ ഉസ്താദിനെ പരിചയപ്പെടുത്തല്ല, മറിച്ച് ഒരു മനുഷ്യനായാൽ ഉണ്ടാകേണ്ട ചില മര്യാദകളുണ്ട്. പ്രത്യേകിച്ച് ഒരു പണ്ഡിതനായാൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, കടമകളുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ഒരു പ്രസംഗകൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പൊതുമര്യാദകളുണ്ട്. അതൊക്കെ പാലിക്കാൻ കാസിമി താങ്കൾക്ക് കഴിയണം. അത് കഴിയാതെ വരുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും അധപ്പതിച്ചവനായി മാറുകയല്ലാതെ സമൂഹത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. ഇപ്പോൾ കുഞ്ഞു മുഹമ്മദ് ഹാജി സൂചിപ്പിച്ചത് കണ്ടില്ലേ? അദ്ദേഹം ഒരു വലിയ ആലിമല്ല, പക്ഷേ ആലിമീങ്ങളെ മഹബത്ത് വെച്ച് ഔലിയാക്കൾക്ക് ഹിദമത്തെടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് കുഞ്ഞു മുഹമ്മദ് ഹാജി. ഉമറാക്കളിൽ ഒരു പ്രമുഖനായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, താടിയും തലപ്പാവുമൊക്കെ ഉള്ള ഒരാൾ, മരണപ്പെട്ടു പോയ ഒരാളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ സ്റ്റേജിൽ വിളിച്ചു പറയുമ്പോൾ മരണാനന്തരം ഒരാളെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നാണ് ശറഅ് പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കേണ്ട ഒരവസ്ഥ. അത് ഈ നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞു മുഹമ്മദ് ഹാജി ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചോദിക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കിയത് എന്നെപ്പോലെ താടിയും തലപ്പാവും വച്ച ഒരാൾ ഇവിടെ മരണപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ളവരെ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഈ രൂപത്തിലുള്ള പ്രസംഗകർ അന്ത്യനാളിൻ്റെ അടയാളം അല്ലെങ്കിൽ നാട്ടുകാരെ, പിന്നെ അന്ത്യനാളിൻ്റെ അടയാളം എന്നത് പിന്നെ ഏതാണ്? അവസാന നാളിനൊരു അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ റസൂലുള്ളാഹി. ആ അവസാന നാളിൻ്റെ അടയാളമല്ലേ കാസിമി നിങ്ങളെപ്പോലത്തെ ആളുകൾ എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അതിൽ തെറ്റുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇസ്ലാം എന്നത് ഒരു അനുസരണത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്നത് സൽസ്വഭാവത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്നത് സാമൂഹ്യ സേവനത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്നത് കാരുണ്യത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ മതമാണ്. വിശുദ്ധ ഖുർആന്റെ പ്രമേയം അത് മനുഷ്യനാണ്. ലോകത്ത് ഒരു ഭരണഘടനയും മനുഷ്യനെ പ്രമേയമാക്കി ഒരു ഭരണഘടന രചിച്ചിട്ടില്ല. മനുഷ്യൻ എന്നതാണ് പരിശുദ്ധ ഖുർആൻ ആകുന്ന ഇസ്ലാമിക ഭരണഘടനയുടെ പ്രമേയം. മനുഷ്യനാണ്. മനുഷ്യനെ പ്രമേയമാക്കിയുള്ള ഒരു ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ആ മനുഷ്യനെ പ്രമേയമാക്കിയ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മറ്റിതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതര ജീവികളെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം ഒരു ഹഖീഖത്തൻ മൂരി, അതല്ലെങ്കിൽ ഒരു ആന, അതല്ലെങ്കിൽ ഒരു അതുപോലത്തെ മറ്റ് ഏത് ജീവികളാവും, ആ ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജ്യേഷ്ഠാനുജ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രീതിയില്ല. പ്രായമുള്ളവരും അല്ലാത്തവരും എന്ന വ്യത്യാസത്തിൽ ആദരവും അനുസരണയും അവരുടെ രീതിയിലില്ല. അറിവും വിവേകവും തൻ്റെ ഇടവും എന്നത് അവരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ കുണ്ടൂരിൽ മറ്റേതെങ്കിലും നാട്ടിൽ നിന്ന് ഒരു മൂരിയോ ഒരു പശുവോ അതുപോലത്തെ ഏതെങ്കിലും ജീവികൾ ഇവിടെ വന്നാൽ ചിലപ്പോൾ ഈ നാട്ടിലെ മൃഗങ്ങൾ കൂടി അതിനെ കുത്തിപ്പുറത്താക്കും. ഒരു കോഴിക്കൂട്ടിൽ ആ കോഴിക്കൂട്ടിലുള്ള കോഴികളല്ലാതെ അവിടേക്ക് പുതിയൊരു കോഴിക്കൂട്ടിനെ കൊണ്ട് ചെന്നാൽ മറ്റ് കോഴികളൊക്കെ കൂടി ഇതിനെ കൊത്തും. ഇത് നമ്മൾ കോഴികൾ മറ്റ് ജീവികളിലൊക്കെ കാണുന്ന ഒരവസ്ഥയാണ്. ഇവിടെ പ്രസംഗിച്ച കാസിമി പറയാണ്, AP ഉസ്താദ് അന്തമാനിൽ ചെന്നപ്പം ഇന്റെ കുട്ടികളൊക്കെ പാടെ കൂടി മൂപ്പരെ കൂക്കി, മൂപ്പരെ അവിടുന്ന് ആട്ടി വിട്ടു. അപ്പൊ സാധാരണക്കാരനൊരു ചോദ്യം,
എന്താ അവിടെ ചോദിക്കാനുള്ളത്? അല്ല മൂലരെ, നിങ്ങളും കുട്ടികളും ഈ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊരു സാധാരണക്കാരൻ ചോദിച്ചാൽ എന്താ ഇനി നമ്മൾ മറുപടി പറയാം? നമുക്കൊരു പൊതു സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റിയതല്ല. പൊതു സ്റ്റേജിൽ പറയാൻ പറ്റിയതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു യത്തീങ്കാനിക്ക് കൊണ്ടുപോണ ചോറ് ബൈക്ക് വെച്ച് മറ്റേ യത്തീങ്കാനക്കാർ പിടിച്ചുറച്ച് കൊണ്ടുപോയി എന്നിട്ട് അവിടെ കൊണ്ടുപോയി കുട്ടികൾക്ക് വളമ്പി കൊടുക്കൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ സംഭവിച്ചാൽ തന്നെ അത് പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു കാസിമിയാണ് എന്ന് വെക്കാം, നമുക്കത് പൊതു സ്റ്റേജിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പറയാൻ പറ്റിയതും പറ്റാത്തതും അത് മനസ്സിലാക്കണ്ടേ. അപ്പോ അന്തമാൻ ദ്വീപിൽ AP ഉസ്താദ് ചെന്നപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും മൂപ്പരെ ആട്ടി പുറത്താക്കി എന്നൊരു വലിയ ഫളിലായിട്ട്, ഒരു ഭയങ്കര നേട്ടമായിട്ട് ഇയാൾ പ്രസംഗത്തിൽ പറയാൻ എന്താ ചെയ്യാ? വഷളത്തരം എന്താണെന്നുള്ളത് അതറിയണ്ടേ. നമ്മളവിടെ ഒരു കുഞ്ഞൽവി കോഴിക്കോട്ടേക്ക് ബസ് കയറിപ്പോയി. സ്റ്റാൻഡിൽ നിന്ന് ഇയാൾ ബസ് സ്റ്റാൻഡിൽ നിർത്തി ഇറങ്ങുമ്പോൾ ഇയാൾ സ്റ്റാൻഡിൽ ചളിക്കുണ്ടിൽ വീണ് ഊരമ്മലൊക്കെ ആകെ ചളിയായി. എല്ലാം കൂടി വിഷമിച്ച് ആ ബസ് തന്നെ തിരിച്ചു വരുമ്പോൾ തിരിച്ചിങ്ങോട്ടന്നെ പോകുന്ന നാട്ടിൽ ബസ് ഇറങ്ങാണ്ട് ഇങ്ങനെ പോകുമ്പം എല്ലാവരും ചോദിച്ചത് എത്താ എൻ്റെ ഊരമ്മേന്ന് ചോദിച്ചു. എന്തേ ഊരമ്മൽ? 2-3 ആൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, പിന്നെ ഞാൻ എൻ്റെ മാതിരി ചേമ്പൻകുഞ്ചിൽ വീണതല്ല, ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് വീണത്. ഇതൊരു അഭിമാനമായി കരുതിയ മാതിരിയല്ലേ കാസിമി? അന്തമാനിൽ AP ഉസ്താദ് വന്നപ്പോൾ നിങ്ങളും കുട്ടികളും ആട്ടി എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം? മനുഷ്യത്വത്തിൽപ്പെട്ടതാണോ അത്? ഖുർആൻ പ്രമേയമാക്കി വിശ്വസിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ ആലിമും അല്ലാത്തതൊക്കെ പോട്ടെ, ഞാൻ ഈ നാട്ടിലെ സാധാരണക്കാര് കണാരനും കുമാരനും എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകും, മുഹമ്മദ് അലിയും അബൂബക്കറും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകും. നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു നാട്ടിൽ മറ്റൊരാൾ ചെന്നപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മളെ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ ആട്ടിവിട്ടാൽ അത് ഈ നാട്ടുകാർക്ക് ഒരു അഭിമാനമാണോ? ആട്ടിവിട്ട കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും ഖിളർ നബി അലൈഹിസ്സലാമും കൂടി ഒരു നാട്ടിൽ ചെന്നു. ആ പ്രദേശത്തുകാരും മൂസാ നബി അലൈഹിസ്സലാമിനെയും ഖിളർ നബി അലൈഹിസ്സലാമിനെയും കണ്ടപ്പോൾ അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. ആ ആട്ടി ഓടിക്കാൻ ശ്രമിച്ച സംഭവത്തെ ഖുർആൻ പറയുന്നത് ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, ജൂതന്മാർക്കുള്ള അടയാളമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. ജൂതായിസത്തിന്റെ അടയാളമായിട്ട് ഖുർആൻ പറഞ്ഞു. മൂസാ നബിയും ഖിളർ നബി അലൈഹിസ്സലാമും ചെന്നപ്പോൾ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, അവരെ സ്വീകരിക്കാൻ തയ്യാറാകാതെ ആ മാന്യന്മാരായ 2 അമ്പിയാക്കൾ ചെന്നപ്പോൾ ആ നാട്ടുകാർ അവരെ ആട്ടി ഓടിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ജൂതായിസത്തെക്കുറിച്ചാണ്. കാസിമി, നിങ്ങൾ ആ ആയത്ത് ഓതിയപ്പോൾ അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചിട്ടില്ലേ? ആ ജൂതായിസത്തിന്റെ അനന്തരഗാമികളായി ഞാനും എൻ്റെ കുട്ടികളും അന്തമാനിൽ വെച്ച് കാന്തപുരത്തെ ആട്ടി ഓടിച്ചു എന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? ഇത് മനുഷ്യത്വം എന്നത് പ്രമേയമാക്കിയ ഒരു ഭരണഘടന വിശ്വസിക്കുന്ന ആളുകൾക്ക് ചേർന്നതാണോ? ഖുർആൻ പ്രമേയമാക്കി അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഒരാളുകൾക്ക് ഇത് ചേർന്നതാണോ? ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകർ, LDF, UDF എല്ലാ പ്രവർത്തകരും ഉണ്ടാകും. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളൊക്കെ പഠിച്ച ഖുർആൻ, ഞങ്ങളൊക്കെ പഠിച്ച ദീന് അതങ്ങനെയല്ല. ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നതും അങ്ങനെയല്ല. ഞാൻ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ്, അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവും. EK അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കൽ 4 കൊല്ലം കിതാബോധി പഠിച്ചതാണ് ഞാൻ. ശംസുൽ ഉലമ EK ഉസ്താദിന്റെ അടുക്കൽ 4 കൊല്ലം കിതാബോധി പഠിച്ചതാണ് ഞാൻ നന്ദിയിൽ കിതാബോധി പഠിക്കുന്ന കാലത്ത് ഈ കാസിമിയും അവരെ അനുയായികളും ശംസുൽ ഉലമയെ ഏറ്റവും ആക്ഷേപിക്കുന്ന കാലഘട്ടം, ശംസുൽ ഉലമയെ തെറി എഴുതുകയും വിളിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. അന്നും ഈ കാസിമിക്ക് മറുപടി പറയേണ്ട അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം ശംസുൽ ഉലമയെ ആക്ഷേപിച്ച് നടക്കുന്ന കാലഘട്ടമായി, ശംസുൽ ഉലമയെ ചീത്ത പറഞ്ഞ് നടക്കുന്ന കാലഘട്ടമായി. അന്നും ഇവർ ആക്ഷേപിച്ചു. അതിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളെ ചിലപ്പോഴൊക്കെ അവർ സ്വാധീനിക്കുകയും ചെയ്തു. കാലഘട്ടം, ചരിത്രം മാറി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി. അവർ ശംസുൽ ഉലമയുമായി അടുത്തു, അവർ ശംസുൽ ഉലമയെ സ്വീകരിച്ചു.
അപ്പൊ ശംസുൽ ഉലമയെ സ്വീകരിച്ച് ശംസുൽ ഉലമയുടെ വ്യക്തിത്വവും മറ്റും മനസ്സിലാക്കി അങ്ങനെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവരും പിന്നെ ശംസുൽ ഉലമ എന്ന് വിളിക്കാൻ തുടങ്ങി ഇ കെ ഉസ്താദിനെ. അതുവരെ അവർ ശംസുൽ ഉലമയെ വിളിച്ചിരുന്ന പദം എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. ഇപ്പോ ആ വിഭാഗം ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ ഏറെ ആക്ഷേപിക്കാനും ഏറെ ചീത്ത പറയാനും ഉപയോഗിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇവരുടെ ഈ ചതിയിൽപ്പെട്ടു. കുറച്ചൊക്കെ അവരും അതിനനുസരിച്ച് നിന്നു. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരും വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ഒരുങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഹമ്മദ് സാറിനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ വലിയ വലിയ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള സാഹിബിനെ പോലുള്ള ആളുകൾ അവരൊക്കെ കാന്തപുരവുമായി അടുക്കുകയും സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്ത രീതിയിലല്ല ശംസുൽ ഉലമയെന്നും ഇവർ തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്ത രീതിയിലല്ല കാന്തപുരമെന്നും മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു തെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചോ മറ്റോ ഒന്നും ആരും സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടില്ല. ഒരു ലീഗുകാരനും നടത്തിയിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരനും നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. സുന്നി സമ്മേളനം എന്ന പേര്, തുടക്കത്തിൽ നല്ല ദുആ, അഊദും ബിസ്മിയൊക്കെ ഓതി തുടങ്ങുക, 4 മനുഷ്യന്മാർ എന്തെങ്കിലുമൊക്കെ ദീൻ പറയണത് കേൾക്കുക എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പൊ തുടങ്ങുന്നത് എന്താണ് തുടങ്ങുന്നത്? ഭരണിപ്പാട്ടിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ. അതിൽ മരിച്ചോരും ഹയാത്തുള്ളവരും തങ്ങളും മൂലാരും വലിയും ഒക്കെ കണക്കായ ഒരു വിഭാഗം. പടച്ചവനെ, ബദിരീങ്ങളെ ഹക്കുകൊണ്ട് ഈ വിഭാഗത്തിന് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. കൊടുക്കാൻ പരിപാടിയില്ലെങ്കിൽ ഈ ഉമ്മത്തിനെ അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് സഹോദര സമുദായത്തിലെ ആളുകളടക്കം ഒരു പബ്ലിക് മീറ്റിംഗ് ആകുമ്പോൾ ഉണ്ടാകും. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, നാം ഇങ്ങനെയൊന്നും പ്രസംഗിക്കേണ്ട ആളുകളല്ല. നാം ഇങ്ങനെയൊന്നും നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള പ്രമുഖ 30 രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്ത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പഠനം അനുസരിച്ച് 683 കോടി ജനങ്ങളുള്ള ലോകമാണ് നമ്മുടേത്. അതിൽ 120 കോടി അല്ലെങ്കിൽ 118 കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്താണ്. ഈ ഇന്ത്യ രാജ്യം അതിന്റെ വ്യോമസേന, കരസേന, നാവികസേന തുടങ്ങി ഇന്ത്യയുടെ വിദ്യാഭ്യാസം, മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാം ഒരു വലിയ ഉന്നമനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾ ആ രൂപത്തിലുള്ള ഒരു ചർച്ചകൾ നടക്കുമ്പോൾ അതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തമുള്ള രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രത്തിലെ മൊത്തം ജനങ്ങൾക്ക് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായും രാജ്യത്തെ സേവനം ചെയ്തും മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ അറിവും അന്നവും നൽകി സമൂഹത്തെ സമുദ്ധരിക്കണം. അറിവും അന്നവും നൽകി വർത്തമാനകാല തലമുറയെയും വളർന്നു വരുന്ന തലമുറയെയും നാം വളർത്തിയെടുക്കണം. അപ്പോൾ മാത്രമേ രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന ഒരു സമൂഹ സൃഷ്ടി സാധ്യമാവുകയുള്ളൂ. ഈ സമൂഹ സൃഷ്ടിയിൽ എത്ര പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും, അതാണ് രാജ്യത്തെ സന്നദ്ധ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ചിന്തിക്കേണ്ടതും നടപ്പാക്കേണ്ടതും. ഇത് ചിന്തിച്ച ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് മഹാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത് ചിന്തിച്ച ഏറ്റവും വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസപരമായി രാജ്യത്തെ ജനങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുത്തുകൊണ്ട് ഒരു ചരിത്ര സൃഷ്ടിപ്പ്, ആ ചരിത്ര സൃഷ്ടിപ്പിലൂടെ രാഷ്ട്രത്തിന് ഒരു പുതിയ നവോന്മേഷമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക. ഇതാണ് സുന്നി പ്രസ്ഥാനം ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയും സ്കൂൾ വിദ്യാഭ്യാസം അതൊരു ഭാഗത്ത് നടന്നു.
സ്കൂളുകളിൽ വെച്ചുകൊണ്ട് മദ്രസകൾ നടത്തിപ്പോന്നിരുന്നു. ഇടക്കാലത്ത് സർക്കാരുകൾ മദ്രസകൾ സ്കൂളുകളിൽ വെച്ച് നടത്താൻ പാടില്ലെന്ന രീതിയിൽ നിയമങ്ങൾ വന്നു. അപ്പോ മദ്രസ വിദ്യാഭ്യാസം പുറത്തായി. അന്നത്തെ പണ്ഡിതന്മാർ സ്കൂളുകളിൽ പോയി കാലിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസത്തിന് വേറിട്ടൊരു സ്വഭാവമുള്ള രീതിയും ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ മദ്രസകൾ വരുന്നത്. ആ മദ്രസകൾ ഇവിടെ എത്ര എണ്ണമുണ്ടോ അത് മുഴുവനും ഇവിടുത്തെ സുന്നികളുടേതാണ്. ആ മദ്രസകൾ ഇവിടുത്തെ സുന്നികളുടേതാണ്. കാസിമിയെ പോലുള്ള ചരിത്രമറിയാത്ത ആളുകൾ പറയാറുണ്ട് ഞങ്ങളത് എന്ന്. അത് ഞങ്ങളതല്ല മോലിയാരെ, അത് ഞമ്മളതാണ്. നിങ്ങളെയൊക്കെ വാപ്പപ്പാപ്പാർക്ക് അതിൽ പങ്കുണ്ട്, ഞങ്ങളെ വാപ്പപ്പാപ്പാർക്കൊക്കെ അതിൽ പങ്കുണ്ട്. അത് ഞമ്മളതാണ്. അത് സുന്നികളുടെ തറവാട് സ്വത്താണ്. അപ്പൊ ആ രീതിയിലുള്ള മദ്രസ സ്വത്തുക്കൾ എത്ര എണ്ണം ഉണ്ടോ, പഴയ മദ്രസകൾ ഇവിടെ എത്ര എണ്ണമുണ്ട്, അത് സുന്നികളുടെ സ്വത്താണ്. ആ സുന്നികളുടെ സ്വത്ത് വിദ്യാഭ്യാസപരമായ നമ്മുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ സാക്ഷരതയിൽ പുറകോട്ടാണ് എന്ന് പറയുന്ന ആളുകളോടൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, മുസ്ലിങ്ങളുടെ സാക്ഷരത നിങ്ങൾ മലയാളത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഇംഗ്ലീഷിനെ അടിസ്ഥാനപ്പെടുത്തിയും പരിശോധിക്കുമ്പോൾ പഴയകാല മുസ്ലിങ്ങൾ സാക്ഷരതയിൽ പുറകിലായിരിക്കും. അറബിയെയോ അറബി മലയാളത്തെയോ അടിസ്ഥാനപ്പെടുത്തി സാക്ഷരത പരിശോധിക്കും. വേൾഡ് ഭാഷയായി ഇംഗ്ലീഷ്, ഉറുദു, അറബി, ഇതാണ് വേൾഡ് ഭാഷ. ഈ വേൾഡ് ഭാഷയിലെ അറബി അടിസ്ഥാനപ്പെടുത്തി പഴയകാല മുസ്ലിങ്ങളുടെ സാക്ഷരത വിലയിരുത്തട്ടെ. അപ്പോൾ അറിയാം മുസ്ലിം സമൂഹം സാക്ഷരതയിൽ എത്ര മുന്നോട്ടാണ്. അറബിക്ക് തുല്യമായി അറബി മലയാളം, ആ അറബി മലയാളത്തെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിങ്ങളിൽ സാക്ഷരതാ പഠനം നടത്തുമ്പോൾ അറിയാം മുസ്ലിങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ അന്ന് സമൂഹത്തിന് ഒരു ഉത്തമ സൃഷ്ടി, അത് മദ്രസ പഠനം കഴിയുന്നതോടുകൂടെ അന്നത്തെ ആലിമീങ്ങൾ അത് ദർസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. വളരെ ശാസ്ത്രീയമായ ഒരു രീതിയാണ് ദർസ് പഠനം. ഒരു പ്രദേശം, ആ പ്രദേശത്തെ പള്ളി, ആ പള്ളിയിൽ താമസിക്കുന്ന മുത്തഅല്ലിമുകൾ, അവിടുത്തെ വീടുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് വിഹിതം കൊടുക്കുന്നു മുത്തഅല്ലിമീങ്ങൾക്ക്. 100 മുത്തഅല്ലിമീങ്ങൾ ഒരു പള്ളിയിൽ താമസിച്ചാൽ അവിടെ പ്രത്യേക ചെലവൊന്നുമില്ല. അങ്ങനത്തെ ഒരു ശാസ്ത്രീയ സംവിധാനമാണ് പഴമക്കാർ കണ്ടെത്തിയത്. ആ കാലത്ത് ദർസിൽ പഠിച്ച നമ്മുടെ പഴയ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദിന് ഞാൻ നന്ദിയിൽ മൂപ്പരുടെ കൂടെ ഖിദ്മത്ത് ചെയ്ത് പഠിച്ച ആളാണ്. ഇംഗ്ലീഷ് അനായാസം അറിയാം, ഉറുദു അനായാസം അറിയാം, ഫാരിസി അനായാസം അറിയാം. 18 ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദർസിന്റെ സന്തതിയാണ് ശംസുൽ ഉലമ. തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെ അറബി ഉറുദു സാഹിത്യത്തിൽ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ഉറുദു പണ്ഡിറ്റ് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് പറയണം. ദർസിന്റെ സന്തതിയാണ് അദ്ദേഹം. എന്താ സാഹിത്യത്തിലെ ഉറുദു? കുണ്ടൂർ ഉസ്താദ് അറബിയിൽ അദ്ദേഹം നിമിഷ കവിയാണ്. അറബി സാഹിത്യത്തിൽ എത്ര നിപുണനാണ്. ദർസിന്റെ സന്തതിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ദർസിന്റെ സന്തതിയാണ്. നിങ്ങൾക്കറിയുമോ, കാസിമിയുടെ ആളുകൾ ഇവിടെ പ്രസംഗിച്ച ഈ നാട്ടിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാസിമിയുടെ ആളുകളും അവരുടെ തലപ്പാവുധാരികളും മലപ്പുറത്ത് സലാമത്ത് നഗർ സംഘടിപ്പിച്ച് ഭരണിപ്പാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ പോയി. പുതിയ മിനിസ്റ്ററിൽ, പുതിയ ലോകസഭാ അംഗങ്ങളിൽ വന്നിരിക്കുന്ന മുസ്ലിം MP-മാർ, മന്ത്രിമാർ, അവരുടെ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് AP ഉസ്താദ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തു. AP ഉസ്താദ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ട് ക്യാബിനറ്റ് മന്ത്രിമാർ, കാശ്മീരിന്റെ നേരത്തെയുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോൾ ക്യാബിനറ്റ് പദവിയിലെ മന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ളയെ പോലുള്ള പ്രമുഖ വ്യക്തികൾ, അവരടക്കമുള്ള മുസ്ലിം മന്ത്രിമാർ, MP-മാർ, അവരെ മുഴുവനും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തു. ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ട് മുസ്ലിം MP-മാരെ, നിങ്ങൾക്ക് ടിക്കറ്റ് ഏതായാലും, കോൺഗ്രസിൽ ജയിച്ചവരുണ്ടാകും, ലീഗ് ടിക്കറ്റിൽ ജയിച്ചവരുണ്ടാകും, മറ്റു പല പാർട്ടികളിൽ ജയിച്ചവരുണ്ടാകും. നിങ്ങൾ ഏത് ടിക്കറ്റിൽ മത്സരിച്ചു വന്നാലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണപരമായ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വമാണ്.
ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനമായത്. അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പടപൊരുതുക എന്നത് നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എംപിമാരെയും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരോട് സ്ഫുടമായ ഉറുദുവിൽ ബഹുമാനപ്പെട്ട കാന്തപുരം പ്രസംഗിക്കുകയായിരുന്നു. കാസിമി, നിങ്ങൾ മരിക്കോളം വിചാരിച്ചാൽ ഇത് സാധിക്കുമോ മോചാരെ? കാന്തപുരം ഉസ്താദ് ഈ നാട്ടിൽ എന്തു ചെയ്തു എന്ന് മുസ്ലിം എംപിമാരുടെ ആ മീറ്റിംഗ് ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളും ബാക്കിയുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. രാഷ്ട്രത്തിനകത്തുള്ള പത്രങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ കേരളത്തിലെ പള്ളി ദർസുകളിൽ ഒരു മുതല്ലിമായി ഓതിപ്പടിച്ച ആ മഹാനായ കാന്തപുരം ഉസ്താദാണ് ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള പ്രമുഖ ക്യാബിനറ്റ് മന്ത്രിമാർ അടക്കമുള്ളവരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിംകൾ അടക്കമുള്ള ന്യൂനപക്ഷത്തിന്റെ താൽപര്യ സംരക്ഷണത്തിൽ ഭരണഘടന നൽകുന്ന ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ മറന്നു പോകരുത്. ഒരു ഭരണാധികാരിക്ക് ഇസ്ലാം നൽകുന്ന കൽപ്പനകൾ, ഒരു ഭരണാധികാരിയിൽ ഉണ്ടായിരിക്കുന്ന നീതി നിർവഹണത്തിന്റെ ഭാഗങ്ങൾ, ഒരു ഭരണാധികാരിക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരിക്കുന്ന ഭരണപരമായ കാര്യങ്ങൾ, ഇത് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരെ വിളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ ഇന്ത്യൻ മണ്ണിൽ ഒരൊറ്റ പണ്ഡിതൻ മഹാനായ കാന്തപുരം ഉസ്താദ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെറുതെ പറഞ്ഞതല്ല. വർത്തമാനകാല പത്രങ്ങളും റിപ്പോർട്ടുകളും ചാനലുകളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. തൊട്ട് മുമ്പ് പള്ളി ദർസുകളുടെ സന്തതിയാണ്. പക്ഷെ എന്താണ് വിദ്യാഭ്യാസപരമായ പുരോഗതിയിലൂടെ മാത്രമേ ഈ രാഷ്ട്രത്തിന് എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ബോധ്യപ്പെടുത്തുക. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തൊട്ട് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും ഒക്കെ കണ്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. സാർ, ഞാൻ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു കാര്യം താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ കൊടുത്തു, ഒരു നിവേദനം. എന്തായിരുന്നു ആ നിവേദനത്തിൽ ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രതിനിധികളുടെ ന്യൂനപക്ഷങ്ങൾക്ക് നീക്കിവച്ചിരിക്കുന്ന തസ്തികയിൽ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരും വരുന്നില്ല. അതുകൊണ്ട് അടുത്ത സ്വാതന്ത്ര്യദിനം അടക്കമുള്ള സന്ദർഭങ്ങളിൽ പുതിയതായി ഒരു ചീഫ് ജസ്റ്റിസിനെയോ മറ്റുള്ളവരെയോ നിശ്ചയിക്കുമ്പോൾ എന്റെ സമുദായം അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കണം എന്ന നിവേദനമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കൊടുത്തത്. കാസിമി, നിങ്ങളെ പ്രസ്ഥാനം ഒന്നായിട്ട് വിചാരിച്ചാൽ അങ്ങനെ ഒരു സംഭവം നടത്താൻ സാധിക്കുമോ? ആരാണ് കാന്തപുരം? അറിവ് വേണം. ആ അറിവ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണം. ആ നന്മ സമൂഹത്തിന് മൊത്തം ഉപകാരപ്പെടണം. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ വഅഹ്സിനൂ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക എന്നാണ്. എന്താണ് ഇഹ്സാൻ എന്ന പദത്തിനർത്ഥം? ആ ഇഹ്സാൻ എന്നതിന് രണ്ട് പാർട്ടുകളാണ്. ഒന്ന്, ഇഹ്സാൻ അടിമയും ഉടമയും ബന്ധപ്പെട്ട വിഷയത്തിൽ ഇഹ്സാൻ, അടിമകൾ പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇഹ്സാൻ. അടിമയും ഉടമയും ബന്ധപ്പെട്ട കാര്യത്തിൽ ഇഹ്സാൻ ഉണ്ട്. അതെങ്ങനെയാണ്? അത് അല്ലാഹ് എന്ന ആ ചിന്ത ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹ് എന്ന ചിന്ത. വഅഹ്സിനൂ, ആത്മീയ ഗുരുക്കളുടെ, അത് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ പിന്നീട് പറയാം. വഅഹ്സിനൂ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. എന്താണ് ഇഹ്സാൻ? സൃഷ്ടികൾ പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇഹ്സാൻ. അതെങ്ങനെയാണ്? അല്ലാഹു തആല നമുക്കൊരു നിഅമത്ത് നൽകിയാൽ നമുക്ക് കിട്ടുന്ന ഏത് അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി വിനിയോഗിക്കുക. അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി ഉപയോഗിക്കുക. അതാണ് ഇഹ്സാൻ. എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി
ജനങ്ങളെ സ്നേഹമുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് വാത്സല്യമുണ്ടാക്കുന്ന, ജനങ്ങളെ സന്തോഷം, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങളെ കുടുംബങ്ങളുമായി അടുപ്പിക്കുന്ന, ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ആ രൂപത്തിൽ പ്രസംഗിച്ച് ഇഹ്സാൻ ചെയ്യുക. എഴുതാൻ അറിയുന്ന ആൾ നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും വർദ്ധിപ്പിക്കുന്ന എഴുത്തുകൾ എഴുതുക. രാജ്യത്ത് ഏതൊരു ഉപകാരം നമുക്ക് കിട്ടിയോ ആ അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി. ഉദാഹരണത്തിന് വേഗം പറയാം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന 2 ജീവിയുണ്ട് പലപ്പോഴും ആവശ്യമായി വരുന്ന. ഒന്ന്, ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയും മറ്റുമൊക്കെ പലപ്പോഴും പല വീടുകളിലും ആവശ്യമെന്ന് വന്നാൽ പട്ടിയെ വളർത്താറുണ്ട്. പലപ്പോഴും പല വീടുകളിലും പശുവിനെ വളർത്താറുണ്ട്. പശു പ്രസവിച്ചു, നല്ല പാല്. ആ പശുവിന്റെ പാല് നാട്ടിലെ സാധാരണക്കാർക്ക് വളരെ ഉപകാരമാണ്. നാട്ടിലെ ഡോക്ടർമാർക്ക് വളരെ നല്ലതാണ്. നാട്ടിലെ വൈദ്യർക്ക് വളരെ നല്ലതാണ്. നാട്ടിലെ ഹോമിയോക്കാർക്ക് വളരെ നല്ലതാണ്. നാട്ടിലെ തങ്ങന്മാർക്ക് വളരെ നല്ലതാണ്. മോര്യന്മാർക്ക് വളരെ നല്ലതാണ്. മുത്താലിമീങ്ങൾക്ക് വളരെ നല്ലതാണ്. പ്രസവിച്ച് കിടക്കുന്ന ഉമ്മാക്ക് വളരെ പഷ്ടാണ്. പ്രസവിച്ച് കിടക്കുന്ന ചെറിയ കുട്ടിക്ക് വളരെ പഷ്ടാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ആളുകൾക്കും അഹ്സിനൂ, എന്താ, പശുവിൻ പാല് എല്ലാരെ ചായക്കും പറ്റും, എല്ലാരെ കാപ്പിക്കും പറ്റും, എല്ലാവർക്കും ആ പാല് കുടിക്കാൻ പറ്റും. അഥവാ പാല് പറ്റണില്ല എന്നാൽ മോരാക്കി കുടിച്ചളാൻ കഴിയും. മോരും പറ്റില്ല എന്നാൽ തൈര് കുടിച്ചോ. അത് രണ്ടും പറ്റില്ല, വെണ്ണെടുത്ത് കാണാൻ നെയ്യ് കുടിച്ചോ. ആ പശുവിൻ പാലിന്റെ ഒരംശം പോലും അതിൽ നിന്ന് ഉപേക്ഷിക്കാനില്ല. എല്ലാം പശുവിൻ പാല് എല്ലാവർക്കും ഉപകാരം. വഅഹ്സിനൂ, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു എന്തൊരു അനുഗ്രഹമാണ് നൽകിയത്, അത് പശുവിൻ പാല് പോലെ എല്ലാവർക്കും ഉപകാരമാക്കണം. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഈ കുണ്ടൂരിൽ ജീവിച്ചത്, ഈ കേരളത്തിൽ ജീവിച്ചത്, മക്കത്ത് വന്നിട്ട് ജീവിച്ചത്, മദീനത്ത് വന്നിട്ട് ജീവിച്ചത്, ബഹുമാനപ്പെട്ട AP ഉസ്താദ് ലോകത്താകെ നടന്നുകൊണ്ട് ജീവിതം നിലനിർത്തുന്നത് വഅഹ്സിനൂ, കിട്ടിയ ഉപകാരങ്ങളെ പശുവിൻ പാല് പോലെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും. കുണ്ടൂർ ഉസ്താദ് ഈ രാജ്യത്ത് ജീവിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കിട്ടിയിരിക്കുന്ന ഉപകാരങ്ങളിൽ ഒന്ന്, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും നടന്നു പോകാൻ പറ്റാവുന്ന വഴികൾ ഉണ്ടാകണം. അതുകൊണ്ട് ഊടുവഴികൾ വീതി കൂട്ടി റോഡാക്കി. ആരാ കുണ്ടൂരുകാരുള്ളത് ഇവിടെ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നേരല്ലേ? വെറുതെ പ്രസംഗിച്ചു പോയാൽ പോരല്ലോ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് മുൻകൈ എടുത്തുകൊണ്ട് ഈ രാജ്യത്ത് വഴി വീതി കൂട്ടി റോഡാക്കി. ആ റോഡിനെ എല്ലാവരും നടക്കട്ടെ. വഅഹ്സിനൂ, മൂപ്പർക്ക് അള്ളാഹു അങ്ങനെ നിഅമത്ത് കൊടുത്തപ്പം റോഡുണ്ടാക്കി, എല്ലാവർക്കും ഉപകാരമായിട്ട്. ഈ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ വീടുണ്ടാക്കാൻ സാധിക്കാതെ വിഷമിച്ചപ്പോൾ കുറെ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട്, മൂപ്പരെ പോക്കറ്റിലില്ല, ഉള്ളവരോട് വാങ്ങിയിട്ട്, കുഞ്ഞേമാജിനെ കണ്ട, കുഞ്ഞേമാജി എന്താ വർത്താനങ്ങളൊക്കെ സുഖമല്ലേ? ആ പാവപ്പെട്ട ചങ്ങായിന്റെ പേരിന്റെ തർപ്പണയുണ്ട്, ഒരു ലോഡ് കല്ല് നിങ്ങളെ വാകട്ടെ. അപ്പോഴാണ് ഞാനതിലിങ്ങനെ വന്നത്, കൂറ്റം പറയാം, നിങ്ങൾ കൊടുക്കാൻ പോണ്, ഞാൻ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി വന്ന ഒരു മൈക്കെടുത്ത ബാവാ കൂറ്റമ്പാറ കുറച്ചേരം വേദ പറയട്ടെ. നമ്മൾ ആ പാവപ്പെട്ട ഓൻ്റെ, നിങ്ങൾ ഓൻ്റെ വീട്ടിൽ ഒരു കല്ലിന് വേണ്ടിയിട്ട് ഒരു വേദ അറിയണുണ്ടോ? ഞാൻ വേദ പറഞ്ഞു കണ്ട് ഒരു കല്ലുണ്ടാക്കി കൊടുക്കണ വേദ. മറ്റോ വേറൊരാൾ വന്നു, അയാളോട് ഇഞ്ചൊരു 10 ചാക്ക് സിമെന്റ് കാട്ടിക്കളഞ്ഞു. അങ്ങനെ ആളുകളോട് വാങ്ങി 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 എത്ര ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു, എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു കൊടുത്തു, എത്ര മുത്താലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, എത്ര സാധുക്കളായ ആളുകളെ സംരക്ഷിച്ചു. വഅഹ്സിനൂ, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കുക. ഇഹ്സാൻ എന്നത് അതാണ് ഇഹ്സാൻ. അപ്പൊ എല്ലാവർക്കും പശുവിൻ പാല് പോലെ എല്ലാവർക്കും ആ ഉപകാരങ്ങൾ പശുവിൻ പാല് പോലെ. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് നമ്മുടെ രാജ്യത്ത് എത്രയാണ് യതീമക്കളെ പോറ്റുന്നത്, എത്രയാണ് യതീമക്കളെ പോറ്റുന്നത്? കാസിമി, നിങ്ങൾ പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സ്ഥാപനത്തിലും ഒട്ടാകെ എത്ര കുട്ടികളാണ് പഠിക്കണത്? അതിന്റെ 2 ഇരട്ടി കുട്ടികൾ മർക്കസിൽ മാത്രം പഠിക്കുന്നുണ്ട്. മർക്കസ് നേരിട്ട് 10,000 കുട്ടികളെ പഠിപ്പിക്കുന്നു. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അനാഥകൾ, പാവപ്പെട്ടവർ, അതുപോലെ തുടങ്ങിയിട്ട് 10,000 കുട്ടികളെ മർക്കസ് നേരിട്ട് പഠിപ്പിക്കുന്നു.
മർക്കസിൻ്റെതായ കീഴിലായി മർക്കസിന്റെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലുടനീളം മാത്രമല്ല. എന്തിനാണ് എ പി ഉസ്താദ് അന്തമാനിൽ പോയത്? കാസിമിയും കൂട്ടരും എ പി ഉസ്താദിനെ കൂക്കി എന്ന് പറഞ്ഞല്ലോ. കൂക്കിയോ കൂക്കിയിലെ ഓടിയോ ഓടിയിലൊക്കെ നമുക്ക് പറയാം. എന്തിനാ മൂപ്പരവിടെ പോയത് അത് പറയാം നമുക്ക്. എ പി ഉസ്താദ് എന്തിനാ പിന്നെ അന്തമാനിൽ പോയത്? അന്തമാനിൽ എ പി ഉസ്താദ് നേരത്തെ പോയത് സുനാമി ഉണ്ടായി. സുനാമി ഉണ്ടായപ്പോൾ ആ നാട്ടിലൊക്കെ കടൽക്ഷോഭത്തിൽ ധാരാളം ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് ആളുകൾ ആ നാട്ടിൽ കണ്ണീരിലായി. ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു. ചില ആളുകൾക്ക് പിതാക്കൾ നഷ്ടപ്പെട്ടു. വലിയ നാശനഷ്ടം ഉണ്ടായി. ഈ കാസിമിയും മക്കളും ഒക്കെ അവിടെ ഉണ്ടായിട്ടും ആ നാട്ടിലെ ജനങ്ങൾ വിളിച്ചത് കാന്തപുരം ഉസ്താദിനെയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മക്കത്തുൽ മുക്കറമയിൽ ആ സമയത്തുള്ളത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കരയുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു സുനാമിയുടെ വാർത്തകൾ കേട്ടിട്ട്. പിന്നീട് അന്തമാനിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഉസ്താദെ ഒരുപാട് മക്കൾ ഇവിടെ അനാഥകളായിട്ടുണ്ട്, ആ അനാഥകളെ എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഉടനെ പറഞ്ഞു, ആ അനാഥകളായ മക്കളെ മുഴുവനും മർക്കസിന്റെ കെയർ ഓഫിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം, അവരെ സംരക്ഷണം ഞങ്ങൾ മർക്കസിന്റെ കെയർ ഓഫിൽ ഞാൻ ഏറ്റെടുത്തോളാം. എന്റെ കാസിമി നിങ്ങളത്തേക്ക് വരാഞ്ഞത് ഈ ആളുകൾ? ഞാനും എൻ്റെ കുട്ടികളും പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആട്ടി ഓടിച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തേ നിങ്ങളടുത്തേക്ക് ഈ ആൾക്കാർ വരായിരുന്നത്? നമ്മളെ വീട്ടിലെ മറ്റേ ജീവി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പശു പ്രസവിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. പശു പ്രസവിച്ചതിന്റെ പിറ്റേന്ന് പട്ടി പ്രസവിച്ചു. പട്ടി പ്രസവിച്ച് നോക്കുമ്പോൾ പശുവിനേക്കാളും പാല്. പട്ടിന്റെ ടാപ്പ് കണ്ട് നിങ്ങൾ കരിയിലെ ടാപ്പ് പോലെ മുല ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് അത്രയും ടാപ്പിൽ മുലുണ്ട്. പക്ഷെ പട്ടിക്കും പട്ടിന്റെ കുട്ടികൾക്കും അല്ലാതെ ഒരാൾക്കും ഉപകാരപ്പെടില്ല. അതുകൊണ്ടാണ് കാസിമി നിങ്ങളടുത്തേക്ക് വരാതിരുന്നത്. അഹ്സിനു, ഖുർആൻ പറഞ്ഞത് ഇഹ്സാൻ ചെയ്യണമെന്നാണ്. ഇഹ്സാൻ ചെയ്യണമെന്നാണ്. നമുക്ക് അല്ലാഹു നിഅമത്ത് നൽകിയാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കണം. നമ്മൾ മനസ്സിലാക്കണം. അത് എ പി ഉസ്താദിനോടത്തെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, യത്തീം മക്കളെ എന്ത് ചെയ്യും ഉസ്താദെ? ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് അവിടെ നിന്ന് ഒരു ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുറച്ച് സ്ഥലം സംഭാവന ചെയ്യുന്നുണ്ട്. എ പി ഉസ്താദ് പറഞ്ഞു, ഒരു യത്തീം ഖാനക്ക് വേണ്ടി നിങ്ങളത് വഖഫായിട്ട് ആധാരം ഉണ്ടാക്കിക്കോ, ആ യത്തീം ഖാനെ ഞാൻ അവിടെ ഉണ്ടാക്കി തരാം. ആ സ്ഥലം കാണാനും ആ യത്തീം ഖാനെ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കാനും ഇതിനു വേണ്ടി എ പി ഉസ്താദ് അവിടെ ചെന്നപ്പോൾ കാസിമിന്റെ കുട്ടികൾ കൂക്കി. നിങ്ങൾ മനുഷ്യരാണോ? ഇത് എന്നിട്ട് ഒരു സ്റ്റേജ് കയറിയിട്ട് വലിയ സംഗതിയായിട്ട് ആ കൂക്കൊക്കെ നടന്നു. അവിടെ കൂക്കൊക്കെ അവിടെ നടന്നു. ശരി തന്നെയാണ് മൂപ്പര് പറഞ്ഞത്. കൂക്കി എ പി ഉസ്താദ് തറക്കല്ലിട്ടു. അവിടുത്തെ യത്തീം കുട്ടികൾക്ക് വേണ്ടി തറക്കല്ലിട്ടു. നാട്ടിൽ ആഭാരവൃദ്ധം ജനങ്ങൾ കൂടി തറക്കല്ലിട്ടു. തറക്കല്ലിട്ട് ഉസ്താദ് അവിടെ 1,00,000 രൂപ അവർക്ക് പണി തുടങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചു. പണി പൂർത്തിയാക്കി. കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസത്തിന്റെ ഇംഗ്ലീഷ് മാസത്തിന്റെ ലാസ്റ്റ് ഞായറാഴ്ച എത്രാം തീയതി ആയിരുന്നു? 26-ാം തീയതി 27-ാം തീയതി. അതിന് തൊട്ട് പിറ്റേ തിങ്കളാഴ്ച, കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച എ പി ഉസ്താദ് ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാണ് അവിടെ. ഞാനപ്പോൾ മദ്രാസിലുണ്ട്. ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സംഘടന വിളിച്ച് ചെന്നൈ സുന്നി ഓർഗനൈസേഷൻ. ആ സുന്നി ഓർഗനൈസേഷന്റെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ഞാൻ ആ ക്യാമ്പിൽ സംബന്ധിക്കാൻ പോയി. അവിടെ ചെന്നൈയിലുണ്ട്. എ പി ഉസ്താദ് ശനിയാഴ്ച വൈകിട്ട് ചെന്നൈയിലെത്തി. ഞായറാഴ്ചത്തെ പ്രോഗ്രാം ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞാൻ നാളെ അന്തമാനിലേക്ക് പോവുകയാണ്, നിങ്ങൾ പോരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി പോയി. ഞങ്ങൾ ചെന്നപ്പോൾ കാസിമിയുടെ പണ്ട് കൂക്കിയ ആൾക്കാരുണ്ട്. ആ കൂക്കിയ ആളുകൾ അവിടെ ഭയങ്കര പ്രകോപനം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ചേകനൂരിന്റെ മാതിരി ഒരാളാണ് ഇവിടെ വരുന്നത്. ഇയാളെ പ്രചരണത്തിന്റെ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. എ പി ഉസ്താദിനെ പരിചയപ്പെടുത്തുകയാണ് ഇവർ. ചേകനൂരിന്റെ മാതിരി ഒരാളാണ് ഇവിടെ വരുന്നത്, അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്തമാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അന്തമാനിലെ ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നതമായ കലക്ടറുടെ പദവിയിലുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് മേധാവികൾ, നാട്ടിലെ വലിയ വലിയ ഉമറാക്കൾ, അവരെല്ലാവരും ചേർന്ന് എയർപോർട്ടിൽ ഞങ്ങളെ സ്വീകരിച്ചു.
എയർപോർട്ടിൽ സ്വീകരിച്ച് അവിടുത്തെ മർക്കസിന്റെ കെയറോപ്പിൽ യതീം കുട്ടികളെയും പാവപ്പെട്ട കുട്ടികളെയും പഠിപ്പിക്കുന്നതിന് സ്ഥാപിതമായ ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടന വേളയിൽ ചെന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അന്തമാൻ ദ്വീപിലെ കോൺഗ്രസ് പ്രസിഡന്റ്, അദ്ദേഹം ആ സ്റ്റേജിലുണ്ട്. അന്തമാൻ ദ്വീപിലെ BJPയുടെ പ്രസിഡന്റ്, അദ്ദേഹം ആ സ്റ്റേജിലുണ്ട്. അന്തമാൻ ദ്വീപിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഉന്നത വ്യക്തിത്വങ്ങൾ അവർ ആ സ്റ്റേജിലുണ്ട്. അന്തമാൻ ദ്വീപിലെ ഡോക്ടേഴ്സായ ആളുകൾ അവർ ആ സ്റ്റേജിലുണ്ട്. അന്തമാൻ ദ്വീപിലെ പ്രമുഖ വ്യക്തികൾ അവരെല്ലാവരും ആ സ്റ്റേജിലുണ്ട്. AP ഉസ്താദ് പറഞ്ഞു, യതീം കുട്ടികളെയും പാവപ്പെട്ടവരെയും സംരക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്യുമ്പോൾ ഈ കാലത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് വിദ്യാഭ്യാസം നൽകണം. ആ വിദ്യാഭ്യാസം എങ്ങനെ? കാലിക വിദ്യാഭ്യാസവും വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. അതിന് ആത്മീയ അന്തരീക്ഷം ഉണ്ടാവണം.